ഇബ്രാഹിം നബി അലൈഹി സ്വലാം ത്യാഗീവര്യനാണ്. വല്ലാത്ത പരീക്ഷണങ്ങളെ തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ പൂമാല പോലെ സ്വീകരിച്ച അതുല്യനായ വ്യക്തിപ്രഭാവത്തിൻ്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം. ഉടനെ കഴുത്തൻ്റെതറുക്കൂ ബാപ്പാ, ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പാ. എന്തെല്ലാം പരീക്ഷണങ്ങളാണ് സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം. തങ്ങളോട് അള്ള വന്ന് അടുക്കി തങ്ങളെ എൻ്റെ അത്ഭുതങ്ങളും കുതിരത്തൊക്കെ ഒന്ന് കാണാമെന്നാണ്. ഇബ്രാഹിം ഇസ്ലാം തങ്ങൾ നടന്ന് എത്തിയത് ഒരു കടൽ തീരത്താണ്. കടൽ തീരത്തെത്തിയപ്പോൾ കടലിലേക്ക് ഇങ്ങ് നോക്കുകയാണ്. കടൽ അത്ഭുതം തന്നെയാണല്ലോ. കടൽ തീരത്തേക്ക് നോക്കുമ്പോൾ കടലിലേക്ക് ഇങ്ങ് നോക്കിയെടുക്കുന്ന സമയത്താണ് ഒരു അത്ഭുതം തൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. എന്താണത്? ഒരു മനുഷ്യനുണ്ട് കടലിലെ തിരമാലകൾക്ക് മുകളിലൂടെ, വെള്ളത്തിൻ്റെ മുകളിലൂടെ ഒരു മനുഷ്യനങ്ങനെ യഥേഷ്ടം നടന്നു പോകുന്നു. അപ്പോൾ ഇബ്രാഹിം നബി നോക്കിയിരുന്നു, ഇത് സംഭവം തന്നെയാണല്ലോ. ഇത് കണ്ടപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു, പഠിച്ചവനെ, അയാൾ വെള്ളത്തിൻ്റെ മുകളിൽ നടന്നു പോകുന്നുണ്ടല്ലോ, ഞാനും ഒന്ന് നടന്നു പോകട്ടെ, ഒരു ചാൻസ് എനിക്കും ഉണ്ട് എന്ന് പറഞ്ഞു. അള്ളാഹുത്തിൽ പറഞ്ഞു, തങ്ങളെ ഇറങ്ങി നടന്നോളി എന്ന് പറഞ്ഞു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ പറയാം, ഞാനും വെള്ളത്തിൻ്റെ മുകളിലേക്ക് സ്റ്റെപ്പ് എടുത്ത് വെച്ച് നടക്കാൻ തുടങ്ങി. നേരത്തെ നടന്നു പോകുന്ന മനുഷ്യൻ്റെ പിന്നാലെ ഞാനും നടന്നു നീങ്ങുകയാണ്. വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്ന് കുറേ മുന്നോട്ട് നടന്നപ്പോൾ ആ ബഹുമാനപ്പെട്ട മഹാനവറുകളതാ സുബ്ഹാനല്ലാഹ് നടന്നു നീങ്ങുകയാണ്. അപ്പോഴാണ് വലിയൊരു ദ്വീപ് കാണുന്നത്. ആ ദ്വീപിലേക്ക് ഈ മഹാനങ്ങ് കയറി. ഇബ്രാഹിം നബി പറയാം, ഞാനും പിന്നാലെ കയറി. ചെറിയൊരു ഹൈമയുണ്ട്, കൂടാരം. ആ വീട്ടിലേക്ക് കയറി, ഞാനും പിന്നാലെ കയറി. അങ്ങനെ ഞാൻ അവിടെ കയറിയപ്പോൾ ആ മഹാനവറുകളത് അവിടെ ഇരുന്നു, ഞാനും അവിടെ ഇരുന്നു. ഒരു സംസാരമൊന്നുമില്ല. അപ്പോഴാണ് അവിടെ ഇരുന്നപ്പോഴതാ ആകാശത്ത് വെച്ചുകൊണ്ട് വലിയൊരു പാത്രം അങ്ങനെ ഇറങ്ങി വരുന്നു. ആ പാത്രം നിറയെ ഭക്ഷണങ്ങളാണ്, വിഭവങ്ങളാണ്. നേരെ ഈ മാന്റെ മുമ്പിലങ്ങ് വന്നു നിന്നു. നോക്കുമ്പോൾ നല്ല വിഭവങ്ങളുണ്ട്. കാടപ്പക്ഷിയുടെ മാംസമുണ്ട്. അപ്പോൾ ഈ മനുഷ്യനെ അതിൽ നിന്ന് എടുത്തിങ്ങനെ കഴിക്കുന്നു. ഇബ്രാഹിം പറയും, ഞാനും എടുത്ത് കഴിച്ചു. രണ്ടുപേരും കഴിച്ചു. കാടപ്പക്ഷിയുടെ മാംസം കഴിച്ചു. എല്ലിൻ്റെ കഷ്ണങ്ങളായി. എല്ലിൻ്റെ കഷ്ണങ്ങളോട് ഈ മഹാനതാ പറയുന്നു, കുമ്പി ഇതിനില്ല എന്ന് പറയുമ്പോൾ അതാ സുബ്ഹാനല്ലാഹ്, കോഴിയുടെ മുള്ളോട് കൂകന്ന് ചൊന്നാരേ കുശാതെ കൂകി പാർപ്പിച്ച് വിട്ടോവർ. അത് അത് പക്ഷിയായി രൂപാന്തരപ്പെട്ടു. ഇത് അപ്പോൾ അജായിബ് തന്നെയാണ്. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളും കുതിരത്തുകളും ഇങ്ങനെ കാണാം. ഒന്ന് വെള്ളത്തിന് മുകളിൽ നടന്നത്, മറ്റൊന്ന് ഈ മനുഷ്യന്റെ മുമ്പിലേക്ക് തളികയിൽ വന്നത്. തളികയിൽ പഴങ്ങളും ഭക്ഷണങ്ങളൊക്കെ, കാടപ്പക്ഷിയോട് ഇരിക്കാൻ പറഞ്ഞതൊക്കെ അത്ഭുതമാണല്ലോ. ഈ മഹാനവറുകളതായി നേറ്റുകൊണ്ട് നടക്കുകയാണ്. ദ്വീപിലൂടെ മുന്നോട്ട് നടക്കുകയാണ്. കുറച്ചങ്ങോട്ട് നടക്കുമ്പോൾ അതാ കാണുന്നു വലിയൊരു പാറ. ആ പാറയ്ക്ക് ഈ മഹാൻ ഒറ്റ അടിയങ്ങ് കൊടുത്തപ്പോൾ പാറ ഒന്ന് പിളർന്നു. നല്ല ശുദ്ധമായ വെള്ളം ഇങ്ങോട്ട് ഒഴുകി. ശുദ്ധമായ വെള്ളം, പ്യൂർ വാട്ടർ. അദ്ദേഹം കുടിച്ചു, ഇബ്രാഹിം നബി കുടിച്ചു. അദ്ദേഹം വുളൂ ചെയ്തു, ഇബ്രാഹിം നബി വുളൂ ചെയ്തു. തിരിച്ചു ഹൈമയിലേക്ക് തന്നെ വന്നു. ഈ മഹാൻ നിസ്കാരത്തിലേക്ക് നിന്നു. ദൈർഘ്യമുള്ള നിസ്കാരം കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ ഈ മഹാനോടൊന്ന് പരിചയപ്പെടുകയാണല്ലോ. നിങ്ങളാരാണ്? ആ മഹാനവകൾ പറയാണ്, ഞാൻ നീണ്ട 300 കൊല്ലമായി ഞാൻ ഇവിടെ താമസിക്കുന്നു. നീണ്ട 300 കൊല്ലമായി ഞാൻ ഇവിടെ താമസിക്കുന്നു. എൻ്റെ പരിപാടി എന്താണെന്നറിയോ? എൻ്റെ പരിപാടി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. തസ്ബീഹ് ഇങ്ങനെ ചൊല്ലലാണ്. അള്ളാഹുവിനെ തസ്ബീഹ് ഇങ്ങനെ ചൊല്ലലാണ് എൻ്റെ പരിപാടി.
ഇതാണ് എൻ്റെ പരിപാടി എന്ന്. വേറൊന്നുമില്ല. അതിലില്ല ആനന്ദം, അതിൽ ലയിക്കുക, അതിൽ തന്നെ ലയനം. അതാണ്. ഇത് പറയുമ്പോൾ ആ മഹാനുകൾ പറയാണ്, അങ്ങനെയാണ് ഒരു ദിവസം എനിക്കൊരു വെള്ളിയാളം കിട്ടി, ഒരു അറിവ് എനിക്ക് കിട്ടി. ഇന്നലില്ലാഹി ഖലീലാ, അള്ളാഹുവിന് ഖലീൽ എന്ന സ്ഥാനപ്പേരുള്ളൊരു മഹാൻ അള്ളാഹുവിനുണ്ടെന്നറിയാൻ എനിക്ക് കഴിഞ്ഞു. അന്ന് മുതൽ ഞാൻ എൻ്റെ റബ്ബിനോട് ദുആ ചെയ്യുന്നു, റബ്ബേ നിനക്ക് ഒരു ഖലീലായൊരു മഹാനെന്ന് ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ മഹാനെ എൻ്റെ കണ്ണ് കൊണ്ടൊന്ന് കണ്ടിട്ടല്ലാതെ എൻ്റെ റൂഹിനെ നീ പിടിക്കരുത് അല്ലാ. എന്താ ദുആ! ആ ഒരു മഹാന്മാരെ കാണുന്ന വല്ലാത്തൊരു സന്തോഷം തന്നെയാണല്ലോ. എൻ്റെ കണ്ണുകൊണ്ട് കാണിക്കണം റബ്ബേ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തങ്ങൾ പറയാണോ, മഹാനവറുകളെ നിങ്ങൾ കാണണമെന്ന് ആഗ്രഹിച്ച അള്ളാഹുവിൻ്റെ ഖലീലില്ലേ, അനൽ ഖലീൽ, അനൽ ഖലീൽ, ഞാനാണ് അള്ളാഹുവിൻ്റെ ഖലീൽ തങ്ങളെ, ഞാനാണെന്ന് പറയേണ്ട താമസം ആ വലിയ മഹാനവറുകളതാക്കുന്ന ഹാഹ് എന്ന വലിയൊരു ശബ്ദമിട്ടുകൊണ്ട് എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. അവിടെ കടന്നുകൊണ്ട് മരണപ്പെട്ടു പോയി. ആ മഹാൻ വഫാത്തായി. ഇബ്രാഹിം തങ്ങൾ പറയാ, ഞാൻ മലക്കയുടെ സഹായത്തോടുകൂടെ ആ മഹാന് അവിടെ തന്നെ ഞാൻ മറവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ദ്വീപിലല്ലേ, ഞാൻ ഇങ്ങനെ ഇരിക്കാൻ എന്താ ചെയ്യേണ്ടത്, എനിക്കൊന്നും ഐഡിയ കിട്ടുന്നില്ല. അപ്പോഴാണ് അല്ലാഹു പറയുന്നത്, ഹയാ ഖലീലുല്ലാഹ്, ഹയാ ഖലീൽ, ഓ ഇബ്രാഹിം നബിയേ നിങ്ങളിങ്ങനെ ഇരിക്കല്ലേ, ഈ ദ്വീപിൻ്റെ കുറേ അങ്ങോട്ട് പോയാൽ നിങ്ങൾക്ക് എൻ്റെ അപാരമായൊരു പടപ്പിനെ കാണാം. രസകരമായ യാത്രയാണ്. എൻ്റെ ഒരു അപാരമായൊരു സൃഷ്ടി, ഒരു പടപ്പുണ്ട് ആ ദ്വീപിൻ്റെ ആ ഭാഗത്ത്, ഒന്ന് അങ്ങോട്ട് പോയി നോക്കിയെന്നാണ്. ഇബ്രാഹിം നബിക്ക് ഇൻട്രസ്റ്റ് കൂടി. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ പറയാ, ഞാനിങ്ങനെ ദ്വീപിലൂടെ നടക്കാൻ തുടങ്ങിയപ്പോൾ, കുറച്ചങ്ങോട്ട് നീങ്ങിയപ്പോൾ അതാ പടച്ച റബ്ബേ തസ്ബീഹ് ഇങ്ങനെ കേൾക്കുന്നു. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ് തസ്ബീഹ് ഇങ്ങനെ കേൾക്കാണ്. അത് കേട്ടപ്പോൾ ഞാൻ എല്ലാം കൂടെ അടുത്ത് ചെന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് എന്താണെന്നറിയോ, ഫഹിദൻ ബിയബി ലഫ്ദുൽ ഐൻ, ഒരു മിസ്റ്റർ തവളാണ് സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ് തസ്ബീഹ് ചെല്ലുന്നത്. മാഷാ അല്ലാഹ്. ഇബ്രാഹിം നബി പറയാ, ഇതിങ്ങോട്ട് കണ്ടപ്പോൾ രസം തന്നെയാണല്ലോ, ഈ യാത്ര രസകരമായ യാത്ര തന്നെയാണ്. തവളൻ്റെ തസ്ബീഹ് ഇങ്ങനെ കേട്ടപ്പോൾ ഇബ്രാഹിം കുറച്ചിങ്ങനെ കേട്ടുന്നു. തവളയാണല്ലോ തസ്ബീഹ് ചെല്ലുന്നത്. എല്ലാ ജീവജാലങ്ങളും എല്ലാം അള്ളാഹുവിന് തസ്ബീഹ് ചെല്ലുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മളിപ്പോൾ അള്ളാന്നെപ്പോഴാണ് വിളിക്കല്? ഞാനെപ്പോഴും തമാശക്ക് പറയാറ്, നമ്മളിപ്പോൾ അള്ളാന്ന് വിളിച്ച് കിട്ടാനുള്ള പണി എന്താ? നമ്മളിപ്പോൾ അള്ളാന്ന് വിളിച്ച് കിട്ടണമെങ്കിൽ ഞാൻ തമാശക്ക് പറയാറുണ്ട്, ചിലപ്പോൾ നമ്മൾ 2 മാസം കൂടുമ്പോൾ കരണ്ടിൻ്റെ ബില്ല് വരിക. കരണ്ടിൻ്റെ ബില്ല് വന്ന് നോക്കുന്ന സമയത്ത് ഈ പ്രാവശ്യം വന്ന് നോക്കുമ്പോൾ 6500 രൂപ. അള്ളോ എൻ്റെ നബീസേ, ഒരല്ലാട. ഇനിയിപ്പോൾ അടുത്ത അള്ള പറയണമെങ്കിൽ അടുത്ത 2 മാസം കഴിഞ്ഞ് കരണ്ടിൻ്റെ നെക്സ്റ്റ് ബില്ല് വരണം. ഒരല്ല. പെണ്ണുങ്ങളാണെങ്കിലോ, നിങ്ങൾക്ക് നല്ലവരാണ്, എന്നാലും പറയാ, വിരുന്നുകാർ എന്നിട്ട് മാഷാ അല്ലാഹ് ചായ ഉണ്ടാക്കിയാൽ പെട്ടെന്ന് ധൃതിപ്പെട്ടിലും കൂടി ചായ ഉണ്ടാക്കാൻ. പെണ്ണുങ്ങളെ നിങ്ങൾ അടുക്കളയിൽ നിങ്ങൾ ധൃതി കാണിക്കരുത്. അടുക്കള എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. അവിടെയാണ് ചായപ്പൊടി, അവിടെയാണ് കാപ്പിപ്പൊടി, അവിടെയാണ് മുളക് പൊടി. ഇതൊക്കെ ആട്ടുകൂടി മാറിപ്പോയാലേ ലീശയാണ്. അത് നല്ല ശാന്തമായി ഇടപെടേണ്ട സ്ഥലമാണ് ഈ അടുക്കള, കിച്ചണിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലി അങ്ങോട്ട് കടന്നാൽ തന്നെ എല്ലാ ശൈത്വാനും പോയി അവിടെ ബർക്കത്തും കൊണ്ട് വരുന്ന. മാഷാ അല്ലാഹ്, ബർക്കത്ത് വരട്ടെ, ഭക്ഷണത്തിൽ ബർക്കത്തുണ്ടാവട്ടെ. അരി വെള്ളത്തിലേക്ക് അരി ഇടുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഭക്ഷണത്തിൽ ബർക്കത്ത് വന്നു പോയി ഉമ്മമാരെ. അങ്ങനെ എല്ലാത്തിനും ബർക്കത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അല്ലെങ്കിൽ അവിടെ പിശാച് കയറി കൂടുന്നതാണ്. അപ്പം കാത്തുക്കാണ് ചാൻസ് കിട്ടാൻ. ബിസ്മി മറന്നോ അവിടെ ഈ പിശാച് കടന്നു വരും. അപ്പോൾ അള്ളാന്ന് നമ്മളെപ്പോഴാണ് പറയാന്നുള്ള ഒരു അള്ള വിളിക്കണമെങ്കിലേ 2 മാസം കാണാം. അല്ലോ 6,15,000 രൂപ. അള്ളാൻ്റെ ഉസ്താദെ തങ്ങളെ വല്ലാത്തൊരു ബില്ലാട്ട് വന്നത്.
പെണ്ണുങ്ങൾക്ക് ചായ കാച്ചും വിരുന്നുകാർ വന്ന് ചായ പെട്ടെന്ന് കാച്ചുമ്പോഴാണ് മാഷാ അല്ലാ പെട്ടെന്ന് ഗ്യാസ് അങ്ങ് തീർന്നു പോയി. അല്ലോ എൻ്റെ മോളെ ഗ്യാസ് തീർന്നല്ലേ ഒരല്ല അവിടെ. ഇനി അടുത്തൊരല്ല പറയണമെങ്കിൽ അടുത്ത ഗ്യാസിൻ്റെ കുറ്റിക്ക് ഓർഡർ ചെയ്ത് അത് വന്ന് തീരോളമാണ്. ഇങ്ങനെ ഒരു ബന്ധം പോരാ നമ്മളും അള്ളയും നമ്മളുടെ ബന്ധം. മഹാന്മാരെ ലോകം എന്ന് പറഞ്ഞാലേ അല്ല ദിഹ്നില്ലെന്നും അല്ല എന്നുൾ നിനവോശീലാമത്തെ ദിക്റ് തസ്ബീഹും തഹീലിൽ തന്നിൽ ഹാലാണൈത്തേ. അങ്ങനെയാണ് മഹാന്മാരെ ലോകം. അല്ലാഹുവിലെ ബർക്കത്ത് ചെയ്യട്ടെ. അപ്പം നമ്മൾ തസ്ബീഹ് ഇങ്ങനെ ചൊല്ലുക. ഈ മഹാനവർകൾ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ പറയാ തവളന് തസ്ബീഹ് ഇങ്ങനെ കേട്ടപ്പോൾ പഠിച്ചവനെ ഞാനങ്ങ് കേട്ടു നിന്നു. പിന്നെ ഞാൻ മെല്ലെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അസ്സലാമു അലൈക്കും. ഉടനെ തന്നെ തവളന്റെ പ്രതികരണം വഅലൈക്കും അസ്സലാം യാ ഖലീലല്ലാഹി ഇബ്രാഹിം നബിയേ നിങ്ങൾക്ക് സലാം. അല്ല തവളെ നിനക്കെങ്ങനെ ഞാൻ ഇബ്രാഹിം നബിയാന്ന് മനസ്സിലായത് എന്ന് വെച്ച് തവളനോട്. തവള പറയാ തങ്ങളെ ഈ ദ്വീപിലൂടെ ഒരാൾക്ക് മാത്രമേ അല്ലാഹു തആല സമ്മതം കൊടുത്തിട്ടുള്ളൂ. അത് അല്ലാഹുവിൻ്റെ ഖലീലായ നിങ്ങൾ തന്നെയാണ്. ഈ വിവരം ഞങ്ങൾക്ക് അല്ലാഹുവിൽ നിന്ന് അറിഞ്ഞു കിട്ടിയതാണ്. തവളങ്ങ് പറഞ്ഞു ശരി തവളെ അല്ലാഹു തആല പറഞ്ഞു ഈ ദ്വീപിലെ ഒരു പടപ്പുണ്ട്, വലിയ പടപ്പ്, നീയാണെന്ന് ചോദിച്ചു. തവള പറഞ്ഞു തങ്ങളെ ഞാനല്ല തങ്ങൾ കുറച്ചുകൂടി മുന്നോട്ടങ്ങ് പോയാൽ നിങ്ങൾക്ക് കാണാം. ജിജ്ഞാസയോടുകൂടെ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുന്നോട്ട് നീങ്ങുകയാണ്. അപ്പോഴാണ് വീണ്ടും ഒരു തസ്ബീഹിന്റെ ശബ്ദം കേൾക്കുന്നു. സുബ്ഹാനല്ലാഹ് 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 കേൾക്കണം. അല്ലാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയല്ലേ. ചെന്ന് നോക്കുമ്പോൾ ഒരു മനുഷ്യൻ നല്ലൊരു മഹാൻ ഇരുന്നിങ്ങനെ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് നിങ്ങൾ ചെല്ലുക. ചെന്നു അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം യാ ഖലീലല്ലാഹി ഇബ്രാഹിം നബിയെ നിങ്ങൾക്ക് സലാം. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഇബ്രാഹിം നബിയാന്ന് ഞാനും ഇബ്രാഹിം നബി എന്ന് മനസ്സിലായത്. ആ മഹാൻ പറയാണ് തങ്ങളെ ഈ ദ്വീപിൽ ഇപ്പോൾ വരാൻ അല്ലാഹു തആല ഒരാൾക്ക് മാത്രമേ സമ്മതം കൊടുത്തിട്ടുള്ളൂ. അത് അല്ലാഹുവിൻ്റെ ഖലീലായ നിങ്ങളാണ്. ശരി നിങ്ങൾ എന്താ നിങ്ങൾ പരിപാടി എന്ന് വെച്ചു ഇബ്രാഹിം നബി അദ്ദേഹത്തോട്. അയാൾ പറയുന്നു തങ്ങളെ ഞാനും നിങ്ങൾ നേരത്തെ കണ്ട തവളയുമില്ലേ അതൊക്കെ ഞങ്ങളൊക്കെ തസ്ബീഹിലാണ്, അല്ലാഹുവിന് തസ്ബീഹിലാണ്. തസ്ബീഹ് ഞങ്ങളെ ലോകം. എത്ര വർഷമായി എന്ന് ചോദിച്ചു. മാഷാ അല്ലാഹ് മഹാൻ പറയാണ് ഞാൻ കൂടുതലൊന്നും വർഷമായി, ഞാൻ നീണ്ട 500 കൊല്ലമായി തങ്ങളെ ഞാൻ ഈ ദ്വീപിൽ ഇരുന്നു കൊണ്ട് തസ്ബീഹിലാണ്. ഓഹോ 500 കൊല്ലം. ശരി നിങ്ങളാണോ ഈ ദ്വീപിലൊരു പടപ്പുണ്ടെന്ന് പറഞ്ഞു നിങ്ങളാണോ ആള്? അള്ളാഹ് പറഞ്ഞല്ലോ. മഹാൻ പറയാണ് തങ്ങളെ ഞാനല്ല തങ്ങൾ കുറച്ചുകൂടി മുന്നോട്ടങ്ങ് പോയാൽ തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അപാരമായ ആ പടപ്പിനെ കാണാം. രസകരമായ യാത്ര. മാഷാ അല്ലാഹ് അങ്ങോട്ട് ചെന്നു. കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിയപ്പോൾ അതാ കാണുന്നു അപാരമായ ഐറ്റും വെയിറ്റുമുള്ള ഒരാൾ. എന്തൊരു വലുപ്പമാണ്. ഇബ്രാഹിം നബി പറയാ ഞാൻ അദ്ദേഹത്തിൻ്റെ ഐറ്റും വെയിറ്റും കണ്ട് ഞാനിങ്ങനെ നോക്കി ചോദിച്ചു അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം യാ ഖലീലല്ലാഹി ഇബ്രാഹിം. ഇബ്രാഹിം നബി ചോദിച്ചു അൻത മിനൽ ജിന്നി അം മിനൽ ഇൻസി, നിങ്ങൾ അപാരമായ ഐറ്റും വെയിറ്റും നിങ്ങൾ ആരാണ്, ജിന്നാണോ അതോ മനുഷ്യനാണോ എന്ന്. നിങ്ങൾക്ക് വല്ലാത്ത ഐറ്റും വെയിറ്റും ഉണ്ടല്ലോ, നിങ്ങൾ ആരാണ്? അദ്ദേഹം പറഞ്ഞു തങ്ങളെ ഞാൻ ജിന്ന് വർഗത്തിൽപ്പെട്ട ആളോ ഞാൻ ഇൻസ് വർഗത്തിൽപ്പെട്ട ആളോ അല്ല, വലാകിൻ മലക്കും മിൻ മലായികത്തില്ല, ഞാൻ അല്ലാഹുവിൻ്റെ മലക്കുകളിൽപ്പെട്ട ഒരു മലക്കാണ് തങ്ങളെ. ഓ നിങ്ങൾ മലക്കാണ് ആളല്ലേ. ശരി എന്താ നിങ്ങൾക്ക് ഇവിടെ പരിപാടി? മലക്ക് പറയാണ് തങ്ങളെ മറ്റൊന്നുമല്ല സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് ഞാനിങ്ങനെ തസ്ബീഹിലാണ് തങ്ങളെ.
പക്ഷേ എൻ്റെ പൊന്നാര തങ്ങളെ, ഇബ്രാഹിം നബിയെ, ഞാൻ വലിയൊരു സങ്കടത്തിലാണ് തങ്ങളെ. തങ്ങളൊന്ന് അള്ളാഹിനോട് റെക്കമെൻഡ് ചെയ്യണേ തങ്ങളെ. ശരി, എന്താ അങ്ങക്കുള്ള പ്രശ്നം? മലക്കിനോട്. മലക്ക് പറയാണ്, തങ്ങളെ, എന്നെയും എൻ്റെ കൂട്ടുകാരായ ഒരുപാട് മലായിക്കത്തീങ്ങളുണ്ട്. ആ മലക്കുകളോടും അല്ലാഹു തആല പറഞ്ഞത്, ഏൽപ്പിച്ച ഡ്യൂട്ടി തസ്ബീഹ് ചൊല്ലാനാണ്. ഒരു ദിവസം ഞാൻ എൻ്റെ കൂട്ടുകാരോടുകൂടെ തസ്ബീഹ് ചൊല്ലുമ്പോൾ ഒരു തസ്ബീഹിൻ്റെ ആബ്സെന്റ് എനിക്ക് വന്നുപോയി തങ്ങളെ. അക്കാരണത്താൽ അല്ലാഹു തആല ദേഷ്യം പിടിച്ചുകൊണ്ട് എന്നെ ഈ ദ്വീപിലേക്ക് എറിഞ്ഞതാണ് തങ്ങളെ. തങ്ങളൊന്ന് അള്ളാഹിനോട് റെക്കമെൻഡ് ചെയ്ത് എന്നെ തൽസ്ഥാനത്തേക്കൊന്ന് എടുക്കണേ തങ്ങളെ. സയ്യിദനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ ഉടനെ തന്നെ പടച്ചവനെ, ഒരു പാവം മലക്കാണ്, മാപ്പ് കൊടുക്കണേ റബ്ബേ. ഉടനെ തന്നെ അല്ലാഹു തആല സ്വീകരിച്ചു പോയി. ചോദിച്ചു, എത്ര വർഷമായി മലക്കിനോട്? ഞാൻ 1000 കൊല്ലമായി തസ്ബീഹിലാണ്. തസ്ബീഹ് വല്ലാത്ത സംഭവം തന്നെ. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ.